ഡെയിലിയിലെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു പുതിയ സീരീസാണ്. ഞാനിപ്പോൾ ഉള്ളത് ആംസ്റ്റർഡാമിലാണ്, നെതർലാൻഡ്സിൻ്റെ ക്യാപിറ്റലായ ആംസ്റ്റർഡാം. എൻ്റെ യൂറോപ്പ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഷാർജയിൽ നിന്നാണ്. പെഗാസിസ് എയർലൈൻസിലാണ് ഞാൻ ആംസ്റ്റർഡാമിലേക്ക് പോകുന്നത്. പെഗാസിസ് എയർലൈൻസ് തുർക്കിൻ്റെ ഒരു എയർലൈൻസ് ആണ്. ഷാർജയിൽ നിന്ന് റൈറ്റ് ടൈം 7:15 ആയിരുന്നു. ഇസ്താംബുളിൽ 11 o'clock അവിടുന്ന് 12:40 സ്റ്റാർട്ട് ചെയ്തിട്ട് 15:25, അതായത് വൈകുന്നേരം 3:25 ആംസ്റ്റർഡാമിലെത്തും. 7:15 സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഫ്ലൈറ്റ് ഉണ്ടല്ലോ, ലേറ്റ് ആയിരുന്നു. അങ്ങനെ 7:50 ആയി ഏകദേശം ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ഈ ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത് ഒരുപാട് മുമ്പേ ആണ്, അതുകൊണ്ട് എനിക്ക് നല്ല റേറ്റ് കിട്ടിയിരുന്നു. 535 ദിറംസാണ് എനിക്ക് ആയത്. അതായത് ഷാർജയിൽ നിന്ന് ഇസ്താൻബുൾ ടു ആംസ്റ്റർഡാം. തിരിച്ചെനിക്കുള്ള ഫ്ലൈറ്റ് പാരീസിൽ നിന്നാണ്. പാരീസിൽ നിന്ന് ഷാർജയിലേക്കോ ദുബായിലേക്കോ. പക്ഷെ ആ സമയത്ത് എനിക്ക് വിസയൊന്നും കിട്ടിയിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ആ സമയത്ത് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. വിസയൊക്കെ കിട്ടിയതിന് ശേഷമാണ് ഞാൻ പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. ഇതേ സെയിം ഫ്ലൈറ്റ് ആണ് ഞാൻ ചൂസ് ചെയ്തത്, പെഗാസിസ്. പാരീസ് ടു ഇസ്താംബുൾ ടു ഷാർജ. അതിന്റെ കോസ്റ്റ് 1245 ആണ്. അങ്ങനെ ടോട്ടൽ ഫെയർ എനിക്ക് എയർ ഫെയർ വന്നത് 1789 ആണ്. 1781. നമ്മളിപ്പോൾ ഷാർജയുടെ മേലെ കൂടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കണ്ടില്ലേ, ആ ടെറൈനൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പോ നമ്മൾ എത്തിയിട്ടിരിക്കുന്നത് തുർക്കിന്റെ മേലെയാണ്. തുർക്കിന്റെ എയർപോർട്ടിലേക്ക് എത്താറായിരിക്കുകയാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീൻസ് ആണ് നമുക്ക് താഴെ കാണാൻ പറ്റുന്നത്. ഇനി നമ്മൾ ഏതാനും നിമിഷത്തിനുള്ളിൽ ഇസ്താൻബുളിലെ എയർപോർട്ടിലേക്ക് എത്തും. ഇസ്താംബുളിലെ ഈ എയർപോർട്ടിന്റെ പേര് സബീഹ ഗോക്കൻ എന്നാണ്. അതിന്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ. നമുക്കിനി അവിടെ അധികം സമയമില്ല, കാരണം വെച്ചാൽ നമ്മൾ ഓൾറെഡി ലേറ്റ് ആയിരിക്കുകയാണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അടുത്ത ഫ്ലൈറ്റിലേക്ക് കയറണം. അതായത് ഇസ്താൻബുളിൽ ഈ സബീഹ എയർപോർട്ടിൽ നിന്ന് ആംസ്റ്റർഡാം. വിമാനം താഴ്ന്ന് പറക്കാൻ തുടങ്ങി. റൺവേയിലേക്ക് ടച്ച് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അത് ബ്യൂട്ടിഫുൾ സീനാണ്. ഞാൻ ഇതുവരെ ഇസ്താംബുളിൽ വന്നിട്ടില്ല. എനിക്കിപ്പോൾ ഒരു ആഗ്രഹമുണ്ട്, എപ്പോഴെങ്കിലും ഒന്ന് ഇസ്താംബുളിലേക്ക് വരണം, ഇസ്താംബുളിൽ ഒന്ന് കറങ്ങണം. എനിക്ക് US വിസ ഉള്ളതുകൊണ്ട് എനിക്ക് ഇസ്താംബുളിൽ ഓൺ അറൈവലാണ്. അതുകൊണ്ട് ഒരു പ്രാവശ്യം തീർച്ചയായിട്ടും വരണം ഇസ്താംബുൾ കാണും. ഇസ്താംബുളിൽ ഇറങ്ങിയപ്പോൾ എനിക്ക് ഫുൾ കൺഫ്യൂഷൻ ആയിരുന്നു. എങ്ങോട്ട് പോകണം, എവിടെയാണ് എൻ്റെ ഫ്ലൈറ്റ്, അതായത് ആംസ്റ്റർഡാമിലേക്കുള്ള ഫ്ലൈറ്റ് എവിടെയാണ്. അങ്ങനെ ഞാൻ നേരെ ഇൻഫർമേഷൻ സെന്ററിലേക്ക് പോയി. അപ്പൊ അവര് പറഞ്ഞു, ഒന്നും പേടിക്കാനില്ല. ഈ കണ്ടില്ലേ ഈ ബ്ലൂ ലൈൻ, നടുവിലുള്ള ഈ ബ്ലൂ ലൈനിലേക്ക് കൂടെ നിങ്ങൾ നേരെ പോയാൽ മതി. നിങ്ങൾക്ക് അടുത്ത ഈ ട്രാൻസ്ഫർ ഫ്ലൈറ്റിലേക്ക് എത്താൻ പറ്റും. എനിക്ക് ഈ സംഭവം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഇനി ലേമാൻ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദിസ്. അതുകൊണ്ട് അധികം കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലാതെ ഞാൻ ട്രാൻസിറ്റ് സ്ഥലത്തേക്ക് എത്തി. അവിടെ വീണ്ടും സെക്യൂരിറ്റി ചെക്ക് ഒക്കെ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നേരെ ഞാൻ എത്തുന്നത് ഡിപ്പാർച്ചർ ടെർമിനലിലേക്കാണ്. ഡിപ്പാർച്ചർ ടെർമിനൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വലിയ ലോബിയാണ്. ഒരുപാട് ഡ്യൂട്ടി ഫ്രീ ഷോപ്സ്, കോഫി ഷോപ്സ്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഭംഗിയുള്ള ഒരുപാട് ആൾക്കാർ, കുട്ടികളെ എന്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറെ ബൊമ്മകളും പാവകളും ഇഷ്ടം പോലെ ഉണ്ട്. ഇഷ്ടംപോലെ ചോക്ലേറ്റ്സും. ഞാൻ ആ ലോബിയിലെ കൂടിയിട്ട് ഒരുപാട് ഞാനിങ്ങനെ കറങ്ങി നോക്കി. ഒരുവിധം എല്ലാ ഇന്റർനാഷണൽ ബ്രാൻഡ്സിന്റെ ചെയിൻസും അവിടെ ഉണ്ട്. അവിടുത്തെ ബേക്കറി എന്നെ വല്ലാണ്ട് ആകർഷിച്ചു. ഒരുപാട് ഐറ്റംസ്, എന്തൊക്കെയാണെന്ന് അറിയില്ല. പല തരത്തിലുള്ള ഫുഡ് ആ ബേക്കറിയിൽ ഉണ്ടായിരുന്നു. എനിക്ക് 2-3 കഴിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഓൾറെഡി ഫ്ലൈറ്റിൽ നിന്ന് ഭക്ഷണം കഴിച്ചതിനെ കൊണ്ട് എനിക്ക് തീരെ സ്ഥലമില്ലാത്തതുകൊണ്ട് എനിക്ക് കഴിക്കാൻ പറ്റിയില്ല. നിങ്ങൾ ഈ സാധനങ്ങളൊക്കെ നോക്കി നോക്കൂ, നിങ്ങൾക്കും കഴിക്കാൻ തോന്നില്ലേ? അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അത്രയ്ക്കും നല്ല ഒരു കളർ കോൺട്രാസ്റ്റുമാണ് ആ ഫുഡ്. പിന്നെ ഗേറ്റിലേക്കാണ് എനിക്ക് പോകേണ്ടത്. അവിടെയും വളരെ ഈസി ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നിലത്തും മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അതേപോലത്തെ ബോർഡും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഗേറ്റിലേക്ക് എനിക്ക് എത്താൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഈസി ആയിട്ട് തന്നെ എനിക്ക് ഗേറ്റിലേക്ക് എത്താൻ പറ്റി. വലിയ ടെർമിനൽസ്, ഒരുപാട് ഗേറ്റ് ഒക്കെ ഉള്ള വലിയ ടെർമിനൽസ് ആണെങ്കിൽ ഈ ഗ്രൗണ്ടിൽ മാർക്ക് ചെയ്തത് വളരെ ഹെൽപ്ഫുൾ ആണ്. ശരിക്കും വേറെ എവിടെ ഒരു എയർപോർട്ടിലും ഞാനിത് കണ്ടിട്ടില്ല. ഇവിടെ മാത്രമേ ഇത് കണ്ടിട്ടുള്ളൂ. അങ്ങനെ കുറച്ചു ദൂരം നടന്ന് ഞാൻ ഗേറ്റിലെത്തി. ഫ്ലൈറ്റ് ഇസ്താംബുളിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്തു. വളരെ ഭംഗിയുള്ള കാഴ്ചകളാണ് താഴെ. ഞാൻ വിൻഡോ സീറ്റാണ് എടുത്തിട്ടുള്ളത്. ഞാൻ എപ്പോഴും വിൻഡോ സീറ്റ് മാത്രമേ എടുക്കാറുള്ളൂ. എനിക്ക് പുറത്തെ കാഴ്ചകളാണ് ഭയങ്കര ഇഷ്ടമാണ്. സിറ്റിന്റെ ഈ സൈഡ് ഒരു കോസ്റ്റൽ ഏരിയ ആണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിറ്റിയാണ് ഇസ്താംബുൾ. ആരും കൊതിച്ചു പോകും ആ ഇസ്താംബുൾ സിറ്റിയിലേക്ക് ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ മേഘങ്ങൾ എന്റെ കാഴ്ച മുടക്കാൻ തുടങ്ങി. ഞാൻ മെല്ലെ ഒരു ഉറക്കത്തിലേക്ക് വഴുതി പോയി. ഉറക്കം ഞെട്ടിയപ്പോഴത്തേക്കും നമ്മൾ നെതർലാൻഡ്സിന്റെ മേലേക്ക് എത്തിയിരിക്കുന്നു. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പ് ആണ് നെതർലാൻഡ്സ്. പൈലറ്റ് സംസാരിക്കാൻ തുടങ്ങി. ഇനി ഏകദേശം 10-15 മിനിറ്റിനുള്ളിൽ നമ്മൾ ആംസ്റ്റർഡാം എയർപോർട്ടിൽ ലാൻഡ് ചെയ്യും. എന്റെ ഒരുപാട് കാലത്തെ ആഗ്രഹമാണ് നെതർലാൻഡ്സിൽ പോകണം, എസ്പെഷ്യലി ആംസ്റ്റർഡാം. ഐ എം സോ മച്ച് എക്സൈറ്റഡ് നൗ. ഐ ആം ഗോയിങ് ടു ലാൻഡ് ഇൻ ആംസ്റ്റർഡാം. പുറത്ത് ഫുള്ള് ഗ്രീൻ ഫീൽഡ്സ് ആണ്. ഒരുപാട് വാട്ടർ ബോഡീസും കാണാൻ പറ്റും. ഇത് കഴിഞ്ഞ് കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരുപാട് സോളാർ പാനൽസ് ആണ്. വിൻഡ് മിൽസ് വെച്ചിട്ട് ഇവര് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ നോക്കൂ, എത്രയാ സോളാർ പാനൽസ്. അപ്പൊ ഈ സോളാർ പാനലിലൂടെ അവർ ഒരുപാട് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഫ്ലൈറ്റ് താഴ്ന്ന് പറക്കാൻ തുടങ്ങി. എനിക്ക് അവിടുത്തെ റോഡും വാട്ടർ ബോഡീസും ബിൽഡിങ്സും ഒക്കെ ശരിക്കും കാണാൻ തുടങ്ങി. ഇനി ഏതാനും നിമിഷത്തിനുള്ളിൽ നമ്മൾ റൺവേ ടച്ച് ചെയ്യും. അങ്ങനെ ഞാൻ ആംസ്റ്റർഡാം എയർപോർട്ടിലേക്ക് എത്തി. പ്രത്യേകിച്ച് പറയണ്ടല്ലോ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എയർപോർട്ടാണ് ആംസ്റ്റർഡാം എയർപോർട്ട്. നേരെ ഇമിഗ്രേഷൻ കൗണ്ടറിലേക്ക് വന്നു. ഞാൻ ഇത്തിരി ബുദ്ധിമുട്ട്
ബുദ്ധിമുട്ടാക്കുന്നൊക്കെ അവർ വിചാരിച്ചു. പക്ഷെ ഒന്നും ഉണ്ടായിരുന്നില്ല, ഒന്നും നോക്കിയില്ല. അവർ ജസ്റ്റ് എൻ്റെ പാസ്പോർട്ട് വാങ്ങി സ്റ്റാമ്പ് ചെയ്തു പുറത്തേക്ക് ഇറങ്ങി. 20 kg ചെക്കിൻ ബാഗേജ് എനിക്ക് ഉണ്ടെങ്കിലും ഞാനൊന്നും യൂസ് ചെയ്തിട്ടില്ല. എനിക്കൊരു ബാക്ക് പാക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് ബാഗേജ് ക്ലെയിമിന്റെ അടുത്ത് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ ഒരു ഇ-സിം എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എയർപോർട്ടിൽ എത്തിയപ്പോൾ തന്നെ ഞാൻ ആ ഇ-സിം ആക്ടിവേറ്റ് ചെയ്തു. ഇ-സിം വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചു, താരക്ക് എൻ്റെ കോളേജ് മേറ്റ് ആണ്. ഞങ്ങൾ ഒന്നിച്ചിട്ട് SDM കോളേജ് ഓഫ് ബിസിനസ് മാനേജ്മെന്റ് മംഗലാപുരത്ത് പഠിച്ചതാണ്. ആംസ്റ്റർഡാമിൽ പോയാൽ അവനൊന്ന് കാണണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അവൻ വളരെയധികം ഇൻസിസ്റ്റ് ചെയ്തു, നീ പുറത്ത് താമസിക്കണ്ട, നീ എന്റെ കൂടെ താമസിച്ചാൽ മതി. നെതർലാൻഡ്സിൽ തന്നെയുള്ള ഹേഗ് എന്ന സ്ഥലത്താണ് അവന്റെ വീടുള്ളത്. താമസിക്കാൻ ഒരു സ്ഥലം തന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ അവിടെ എത്തിയിട്ട് ഞാൻ എങ്ങനെയെങ്കിലും മെട്രോ ഒക്കെ വെച്ചിട്ട് ഞാൻ നിന്റെ വീട്ടിലേക്ക് വരാം. പക്ഷെ അവൻ സമ്മതിച്ചില്ല. ഞാൻ വരും നിന്നെ കൂട്ടാൻ വേണ്ടിയിട്ട് കാർ എടുത്തിട്ട്. അങ്ങനെ ഞാനും അവനും കൂടി ഇപ്പൊ ട്രാവൽ ചെയ്യാണ് അവന്റെ കാർ. അവൻ ചോദിച്ചു, ടയേർഡ് ആണോ? ടയേർഡ് അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് റോട്ടർഡാമിലേക്ക് പോകാം. എന്റെ ഐറ്റിനറിയിൽ തീരെ ഇല്ലാത്തൊരു സംഭവമായിരുന്നു ഈ റോട്ടർഡാം എന്ന സിറ്റി. എനിക്കിപ്പോ ഇതൊരു ബോണസ് ആണ്, റോട്ടർഡാം സിറ്റി കാണാം. റോട്ടർഡാമിനെ കുറിച്ചിട്ട് അവൻ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങി. World War 1940s. The whole Rotterdam is newly built after that. So everything was grounded. Germans and they bombarded really well. Okay. There's still bombs been found over here. Even last week they found a new bomb over here. So almost about 400 houses around it was closed. They asked to leave for 2 days so they could dig out the bomb. Okay. ഡാം ഓൺ ദ റിവർ, അതാണ് റോട്ടർഡാം. നെതർലാൻഡ്സിലെ രണ്ടാമത്തെ വലിയ സിറ്റിയാണ് റോട്ടർഡാം. 1270 റോട്ടക്ക് കുറുകെ ഒരു ഡാം ഉണ്ടാക്കി. അങ്ങനെയാണ് ആദ്യമായി റോട്ടർഡാം എന്ന സിറ്റി ആരംഭിച്ചത്. യൂറോപ്പിന്റെ ലാർജസ്റ്റ് സീപോർട്ടാണ് കേട്ടോ ആംസ്റ്റർഡാം. ഏകദേശം 150 ഡിഫറെന്റ് നാഷണാലിറ്റീസ് ഇവിടെ താമസിക്കുന്നുണ്ട്. വേൾഡ് വാർ 1 സമയത്ത് ഏറ്റവും അധികം സ്പൈസ് ഉണ്ടായിരുന്ന ഒരു സിറ്റിയായിരുന്നു പോലും ഈ ആംസ്റ്റർഡാം. അങ്ങനെ വേൾഡ് വാർ 2 സമയത്ത് ജർമ്മൻ ആർമി ഇവരെ പൂർണ്ണമായും കീഴ്പ്പെടുത്തി. റോട്ടർഡാം പൂർണ്ണമായിട്ട് ബോംബിട്ട് നശിപ്പിച്ചു. 1940 മെയ് 10 റോട്ടർഡാം പൂർണ്ണമായി തകർത്തു. അതൊരു താക്കീതായിരുന്നു. നെതർലാൻഡ്സ് അടിയറവ് വെച്ചിട്ടില്ലെങ്കിൽ ബാക്കി സിറ്റീസും കൂടി ജർമ്മൻ ആർമി വന്ന് ബോംബിടുന്നു. അവർക്ക് നിവർത്തിയില്ലാതെ 1940 മെയ് 15 നെതർലാൻഡ്സ് ജർമ്മനിക്ക് മുമ്പിൽ സറണ്ടർ ചെയ്തു. നെതർലാൻഡ്സ് എന്ന സിറ്റി തരിപ്പണമായി, നാരണക്കല്ലായി എന്ന് പറയാം. ഏകദേശം 900 ആൾക്കാർ മരിച്ചു. 80,000-ഓളം ആൾക്കാർ ഹോംലെസ് ആയി. ബാക്കിയുള്ള ആൾക്കാരൊക്കെ സിറ്റി വിട്ട് പോയി. ആ സിറ്റിയിലൂടെയാണ് നമുക്ക് പോകുന്നത്. ഈ കാണുന്നതൊക്കെ അതിനുശേഷം റീബിൽഡ് ചെയ്ത സാധനമാണ്. ഈ സിറ്റി ഫുള്ളായിട്ട് അതിനുശേഷം റീബിൽഡ് ചെയ്തതാണ്. നമ്മൾ നേരെ പോയത് മാർക്കറ്റ് ഹാളിലേക്കാണ്. വണ്ടി പാർക്ക് ചെയ്തു. പാർക്കിംഗ് ഫീസ് ഉണ്ട് കേട്ടോ. €2 10 സെന്റാണ് 1 മണിക്കൂറിന് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ മാർക്കറ്റ് ഹാളിനെ ഇവിടുത്തെ ആൾക്കാരെ വിളിക്കുന്നത് മാർക്കറ്റ് ഹാൾ എന്നാണ് കേട്ടോ. ഓഫീസസും റെസിഡൻസും മാർക്കറ്റ്സും ഒക്കെ ചേർന്നിട്ടുള്ളതാണ് ഈ മാർക്കറ്റ് ഹാൾ. 2014 ഇത് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ക്യൂൻ മാക്സിമ ഓഫ് നെതർലാൻഡ്സ് ആണ് ഇത് ഇനാഗുറേറ്റ് ചെയ്തത്. ഈ ഹാൾ ഏകദേശം 222 അപ്പാർട്ട്മെന്റ്സ്, 4600 മീറ്റർ സ്ക്വയർ ആയിട്ടുള്ള റെന്റൽ സ്പേസ്, 1200 കാറുകൾക്ക് പാർക്ക് ചെയ്യാൻ പറ്റുന്ന പാർക്കിംഗ് സ്പേസ് ഒക്കെ ഉള്ളതാണ് ഈ മാർക്കറ്റ് ഹാൾ. Just the back side, that's the front side. Okay. No, but I like market. Everywhere I go, there's something like this or something you can try. I can't buy
It's okay. It's very good. No, not ice cream. Yeah. Normal. Yeah, thank you. Which one is? This is coconut. Ketchup or something? What you? I don't take any. No, no, no. മാർക്കറ്റ് ഹാളിന്റെ പുറത്തത്തെ വ്യൂ ആണ് കേട്ടോ ഇത്. ഈ കാണുന്നതാണ് മെട്രോ സ്റ്റേഷൻ. ഈ മെട്രോ സ്റ്റേഷന്റെ പേരാണ് ബ്ലേക്ക് മെട്രോ സ്റ്റേഷൻ. ഈ മെട്രോ സ്റ്റേഷനോട് ചേർന്നിട്ടാണ് ഈ ക്യൂബ് ഹൗസ് ഉള്ളത്. അതായത് ഈ മാർക്കറ്റ് ഹാളിന്റെയും മെട്രോ സ്റ്റേഷന്റെ അടുത്താണ് ഈ ക്യൂബ് ഹൗസ് ഉള്ളത്. പിയറ്റ് ബൂം ഇങ്ങനെയൊന്നും പ്രൊണൗൺസ് ചെയ്യുന്നത്. ആ ആർക്കിടെക്റ്റാണ് ഈ ക്യൂബ് ഹൗസ് ഉണ്ടാക്കിയത്. അദ്ദേഹം 55 ഹൗസാണ് പ്ലാൻ ചെയ്തത്, പക്ഷെ അത് 38 എണ്ണം ഉണ്ടാക്കി. There's also one show house if you want to go with. Yeah. I'm not sure it's open right now. I'm not sure about the timing. ഈ ക്യൂബ് ഹൗസ് എല്ലാവർക്കും ഒരു കൗതുകമായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യും, ഈ റെസിഡൻസിന് അവർ ആൾക്കാർ വന്ന് ചോദിക്കാൻ തുടങ്ങിയത് ഞങ്ങളൊന്ന് വീട് കണ്ടോട്ടെ, ഞങ്ങളൊന്ന് വീട് കണ്ടോട്ടെ എന്ന്. അങ്ങനെ അതൊരു ഉപദ്രവമായതിനു ശേഷം അവിടുത്തെ ഗവൺമെൻറ് എന്ത് ചെയ്തു വെച്ചാൽ ഒരു ക്യൂബ് ഹൗസ് ഷോ ഹൗസ് ഒക്കെ മാറ്റി. അതായത് ഇവിടെ വരുന്ന ടൂറിസ്റ്റിനൊക്കെ ഈ ഹൗസ് പോയിട്ട് കാണാം ഇതെങ്ങനെയാണ് എന്നൊക്കെ. ഞങ്ങളും പോയി കണ്ടു കേട്ടോ. ഈ ഹൗസ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഹൗസാണ്. That's the way to go up into the room. It's got around 2 bedrooms or something. One You think they'll fall down? That's the museum if you want to go up and see. We'll go this way. Yeah. I'm not sure how much. Okay, no problem. I'll go. Okay. I'll watch it come back. You go and go. Okay. Hello. Hi. One ticket. One. Okay. You're not paying Card. Okay, give me.
Oh, it's a beautiful view. Yeah. Oh, so it's master bedroom. Yeah, this is another house. Yeah, master bedroom. They live there actually. ഇതാണ് ക്യൂബ് ഹൗസ്. പുറത്ത് നമ്മൾ കണ്ടാൽ ആൾക്കാർ എങ്ങനെ ഇവിടെ താമസിക്കുന്നു വിചാരിക്കും, താഴെ വീണ് പോകില്ലേ. ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, ഇത് വളരെ പ്രോപ്പറായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അത് ആ ആർക്കിടെക്റ്റിന്റെ കഴിവാണ്. നിങ്ങൾക്ക് ഇപ്പൊ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, ഇതൊരു 3 നിലയായിട്ടാണ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തെ നിലയിൽ ലിവിംഗ് റൂമും കിച്ചണും, രണ്ടാമത്തെ നിലയിൽ ഒരു ഓഫീസ് റൂമും ബെഡ്റൂമും, ആൻഡ് മൂന്നാമത്തെ നിലയിൽ ഒരു മാസ്റ്റർ ബെഡ്റൂം. മലയാളിയായ സ്ഥിതിക്ക് നമുക്കെന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കണമല്ലോ. നേരോ സ്റ്റേഴ്സ് ആണ്, അത് മാത്രമല്ല ഒരുപാട് സ്റ്റേഴ്സും, ഒരുപാട് പ്രാവശ്യം കയറി ഇറങ്ങും വേണം. ഡച്ചുകാർക്ക് ഇങ്ങനെ സ്റ്റേഴ്സിന്റെ മേലെയും താഴെ ഇറങ്ങുന്നത് അവർക്കൊരു ഫൺ ആൻഡ് എക്സസൈസ് ആണ്. പക്ഷെ ഇന്ത്യൻസ് ആയ നമുക്കുണ്ടല്ലോ, ദിസ് ഇസ് അനോയിങ് ആൻഡ് ഹാർഡ് വർക്ക്, എസ്പെഷ്യലി കുറച്ച് പ്രായമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ. വികൃതിയുള്ള കുട്ടികളാണെങ്കിൽ പറയണ്ട, എപ്പോഴും വിഴലും തട്ടലും മുട്ടലും നെറ്റിപ്പൊട്ടലും ആയിരിക്കും. ഞാനിതിനെ വലിച്ചു കിട്ടുന്നത്. നമുക്ക് ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഹേഗിലേക്ക് പോകുന്ന കഥയും അവിടുത്തെ വിൻഡ് മില്ലും ഒക്കെയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. കൈൻഡ്ലി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ ബേങ്കി. ബൈ.